ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ സമ്മർ ഡേയ്സിലെ സ്പെഷ്യൽ റുട്ടീനാണ്. കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ബാക്ക് പെയിൻ്റെ എക്സസൈസും കൂടി ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പുറത്തുനിന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു മൺചട്ടി മേടിക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ അത് മേടിക്കാനാണ് പോയത്. കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ 2 മഡ്പോട്ട് എടുത്ത സാധനങ്ങളൊക്കെ നമുക്കിനി പിന്നീട് കാണാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ മാർക്കറ്റിലേക്ക് കയറിയിട്ടുണ്ട്. നമ്മുടെ ചെന്നൈയിൽ നൈറ്റ് ടൈമിലുള്ള മാർക്കറ്റ് കാണാനായിട്ട് അടിപൊളിയാണ്. ഭയങ്കര വൈബാണ്. ഫുൾ ലൈവായിരിക്കും. എപ്പോഴും ആൾക്കാരിങ്ങനെ വന്നും പോയി നിൽക്കും കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 10:30 മണിയായിട്ടുണ്ട്. ആ സമയത്താണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല തിരക്കായിരുന്നു. മാത്രമല്ല നല്ലൊരു ആംബിയൻസ് ആണ്. നമുക്ക് സമയം പോകുന്നതേ അറിയത്തില്ല. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, നാട്ടിലത്തെക്കാളും ചെന്നൈയിൽ നമുക്ക് കുറച്ചും കൂടി എപ്പോഴും ലൈവായിരിക്കും കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നാട്ടിലാണെങ്കിൽ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പൊതുവേ ഷോപ്പുകളൊക്കെ അടയ്ക്കുമല്ലോ. പക്ഷേ ഇവിടെ ആണെങ്കിൽ അങ്ങനെയല്ല. 24 hours ഇങ്ങനെ വണ്ടികളൊക്കെ പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ വീട്ടിൽ നിൽക്കുമ്പോഴാണെങ്കിലും ഒക്കെ വണ്ടികൾ ഇങ്ങനെ പോകുന്നതൊക്കെ കാണാം കേട്ടോ. അപ്പോൾ എനിക്കതുകൊണ്ട് ഇവിടെ ചെന്നൈയിൽ ഭയങ്കര ഇഷ്ടമാണ്. പൊതുവേ എനിക്ക് ചെന്നൈയാണ് ഇഷ്ടം. അപ്പോൾ ഇതും അതിലൊരു റീസണാണ് കേട്ടോ. പിന്നെ ഞാൻ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മേടിച്ചിട്ടുള്ള മൺചട്ടി ഉണ്ടല്ലോ, അതൊന്ന് സീസൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ഞാൻ ഇതൊന്ന് വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. തലേ ദിവസം നൈറ്റാണല്ലോ മേടിച്ചുകൊണ്ട് വന്നത്. പിന്നെ എനിക്കൊന്നും ചെയ്യാൻ വയ്യാത്തത് കൊണ്ട് രാവിലെ ആവട്ടെ എന്ന് കരുതി അങ്ങനെ ഈ ഒരു കലം കണ്ടോ, ഇത് ചെറിയൊരു കുടം, എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ തൈര് ഒഴിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മേടിച്ചത്. ഇനിയിപ്പോൾ വെയിൽക്കാലമല്ലേ വരുന്നത്, അതുകൊണ്ട് ഇതിനകത്ത് തൈര് ഒഴിച്ച് വെക്കാം, അല്ലെങ്കിൽ മോരൊക്കെ ഉണ്ടാക്കി വെക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് മേടിച്ചത്. അപ്പോൾ ഇത് നമ്മൾ ഒരു ദിവസം ഇതുപോലെ ഫുള്ളായിട്ട് വെള്ളത്തിനകത്ത് ബക്കറ്റിനകത്ത് ഇങ്ങനെ ഇട്ട് വെച്ചേക്കണം. നികന്ന് നിൽക്കുന്ന രീതിയിൽ തന്നെ വെള്ളം ഒഴിച്ചിടണം കേട്ടോ. എന്നാലാണ് നന്നായിട്ട് സീസൺഡായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ 1 ഡേ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ആകുമ്പോഴത്തേക്കാണ് നമ്മളിത് സീസൺ ചെയ്യാനായിട്ട് പോകുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ആദ്യമേ നമുക്ക് ദോശമാവിനുള്ള അരി ഉഴുന്നൊക്കെ ഇടണമായിരുന്നു. അതൊക്കെ ഒന്ന് ഇടുന്നുണ്ട് കേട്ടോ. ഞാനിത് പ്രത്യേകിച്ച് എടുത്ത് കാണിക്കാനുള്ളൊരു കാര്യമെന്ന് പറയുന്നത് തന്നെ, നമ്മൾ ഈ അരി കഴുകിയിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് സീസൺ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അരിയും ഉഴുന്നും കഴുകുന്ന വെള്ളം ഇതുപോലെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ തലേ ദിവസം നമ്മൾ ബക്കറ്റിൽ കുതിർത്ത് വെച്ചിട്ടുള്ള മൺചട്ടി എല്ലാം നന്നായിട്ട് ആ വെള്ളത്തിനകത്ത് കിടന്ന് കുതിർന്ന് അതിൻ്റെ ഒരു ഹോൾസൊക്കെ ഒന്ന് നന്നായിട്ട് ഇതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഓപ്പണായിട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്ത് ചെറിയ ഹോൾസുകളുണ്ടായിരിക്കും, മൺചട്ടിയല്ലേ അതുകൊണ്ട്. അപ്പോൾ ഈ ഹോൾസിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഇറങ്ങി നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് പിടിച്ച് ആ ഒരു ഇതങ്ങ് മാറിക്കിട്ടും. അപ്പോൾ ഇനി നമ്മൾ ഈ അരിയും ഉഴുന്നും കൂടി കഴുകിയിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ തൈര് വെക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതില്ലേ, ആ ഒരു മൺകുടമാണെങ്കിൽ ഞാൻ ഇനി സീസണിങ് ചെയ്യുന്നില്ല. നമ്മൾ ഓൾറെഡി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് മതിയാവും. അപ്പോൾ മൺചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് ഈ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തിളച്ച് ഇങ്ങനെ അതിൽ നിന്ന് പതയും നൊരയൊക്കെ വന്ന് തുടങ്ങും. അപ്പോൾ അതുവരെ നമ്മളിതിങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കണം. ഒരുപാട് അങ്ങോട്ട് പറ്റിച്ചെടുക്കണ്ട, കുറച്ചൊന്ന് പറ്റി വന്നാൽ മതി കേട്ടോ. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ ലിസ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. സാധനങ്ങൾ എടുക്കാനായിട്ട് ഇന്ന് പോകണം. നമുക്ക് മന്ത്ലി ഉള്ള ഗ്രോസറീസൊക്കെ എടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടുന്ന ലിസ്റ്റൊക്കെ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ ഈ സീസൺ ചെയ്യാനുള്ള സംഭവമൊക്കെ ഒന്ന് ചൂടാക്കി വെച്ചതിന് ശേഷം പോകാമെന്ന് കരുതിയിട്ടോ. അപ്പോൾ ഞാനെപ്പോഴും ലിസ്റ്റ് എഴുതിയിട്ടാണ് കൊണ്ടുപോകുന്നത്, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഞാൻ ഈ ലിസ്റ്റ് എൻ്റെ കയ്യിൽ വെച്ചേക്കുമെങ്കിലും പക്ഷേ അവിടെ ചെന്നിട്ട് ഞാൻ എല്ലാം എടുത്തതിന് ശേഷം ലാസ്റ്റ് ഒന്ന് റീചെക്ക് ചെയ്യും ലിസ്റ്റിലുള്ള സാധനങ്ങളുണ്ടോ ഇല്ലയോ എന്നൊക്കെ. പിന്നെ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചൂടായ കാരണം കൊണ്ട് റാഗി കൂഴാണ്, അതിനകത്ത് മാങ്ങ അച്ചാർ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റാഗി കൂഴൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ സാധനം എടുക്കാനായിട്ട് പോകുന്നത്. സാധനം എടുത്തിട്ട് വന്നതിന് ശേഷം, ഗ്രോസറീസ് എടുത്തിട്ട് വന്നതിന് ശേഷമാണ് ബാക്കി സീസണിങ് ചെയ്യുന്നത് കേട്ടോ. ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടല്ലേ പോയത്. അപ്പോൾ വന്നതിന് ശേഷം അത് നന്നായിട്ട് തണുത്തതിന് ശേഷം പച്ചവെള്ളത്തിൽ കഴുകിയതിന് ശേഷം കുറച്ച് നല്ല പച്ചവെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് തേയിലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2-3 ടേബിൾ സ്പൂണോളം തേയിലപ്പൊടി ഇട്ട് കൊടുത്തിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിനിടയിൽ തന്നെ ഒരു സൈഡിൽ ഞാൻ തൈരും കൂടി ഞാൻ നമ്മുടെ മൺകുടത്തിനകത്ത് ഒഴിച്ച് വെച്ചു കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ എടുക്കാനായിട്ട് നല്ല രസമാണ് കാണാനൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടില്ലേ, വീട്ടിലെന്ത് സാധനം മേടിച്ചാലും പിന്നെ അതിൻ്റെ പുറകിലായിരിക്കും ഞാൻ.
ഇത് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മോരുമുളക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നു വെയിലായതിന് ശേഷം നമുക്കിങ്ങനെ മോരുമുളക് ചെയ്യണം വീട്ടിലെന്ന്. എനിക്ക് നല്ല ഇഷ്ടമാണ് മോരുമുളക് കഴിക്കാനായിട്ട്. ഹസ്ബൻഡിന് അത്ര ഇഷ്ടമല്ല, എന്നാലും കഴിക്കാറുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന മോരുമുളക് ഭയങ്കരമായിട്ട് ഉപ്പായിരിക്കും. തമിഴ്നാട്ടിൽ എല്ലാ റെസ്റ്റോറൻറ്റിലും, വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലൊക്കെ പ്രത്യേകിച്ച് ഈ മോരുമുളക് കിട്ടാറുണ്ടല്ലേ. അപ്പോൾ ഞാനാണെങ്കിൽ വീട്ടിലിത് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് കുറേ ആയിട്ട് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം നല്ല വെയിലുള്ള സമയമല്ലേ, അപ്പോൾ അതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതിയിട്ട് കുറച്ച് മുളകാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് വലിപ്പമുള്ള പച്ചമുളകില്ലേ, അത് നെടുകയൊന്ന് കീറിയതിന് ശേഷം ഇതിലേക്ക് തൈര് ഒഴിച്ചിട്ട് കുറച്ചധികം തന്നെ ഉപ്പിട്ടിട്ട് നമ്മൾ ഇതുപോലൊരു പ്ലാസ്റ്റിക് ബോക്സിനകത്തോ അല്ലെങ്കിൽ സ്റ്റീൽ ബോക്സിലോ എന്തിലെങ്കിലും ഇട്ടിങ്ങനെ അടച്ചു വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ തൈരിനകത്തിരുന്ന് ഊറിയിട്ട് നമ്മളിത് നെക്സ്റ്റ് ഡേ ആണ് ഇതിന് ഉണക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് ആ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു. ഇതിൻ്റെ തന്നെ തേയിലപ്പൊടി ഇട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നു. നന്നായി തിളച്ച് വന്നതിന് ശേഷം അതിനെ കൊണ്ടുപോയി കളഞ്ഞിട്ട് നല്ല പോലെ ഒന്ന് കഴുകിയെടുത്തു. പച്ചവെള്ളത്തിൽ കഴുകിയെടുത്തിട്ട് നല്ല പോലെ ഇതുപോലെ ഒന്ന് വെളിച്ചെണ്ണ ഉണ്ടല്ലോ അത് തേച്ച് ഇങ്ങനെ പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. പുറത്തും അകത്തുമായിട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചാൽ മതി. എന്നിട്ട് ഇത് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെയിലത്ത് വെക്കാം. ഞാനിപ്പോൾ വെയിലത്ത് വെച്ചിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മൺചട്ടി സീസൺഡ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഡേ നമുക്ക് അല്ലെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പൊതുവേ മൺചട്ടി സീസൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ മെഴുക്ക് പുരട്ടി അല്ലെങ്കിൽ തോരനൊക്കെയാണ് വെക്കുന്നത് കേട്ടോ. കുറച്ച് ദിവസത്തേക്ക്, ഒരു മാസത്തോളമൊക്കെ. അത് കഴിഞ്ഞിട്ടാണ് നോൺ വെജ് ഒക്കെ കുക്ക് ചെയ്യുന്നതെങ്കിൽ ചെയ്യുള്ളൂ. മെഴുക്ക് പുരട്ടിയൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും അതിനകത്ത് എണ്ണമയം കൊണ്ട് കൂടുതൽ സീസൺഡ് ആയിട്ട് കിട്ടും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ആണ് വീണ്ടും വീഡിയോ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് പല ദിവസങ്ങളിലായിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തേക്കുന്നത്. കാരണം ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഈ മോരുമുളകിൻ്റെ റെസിപ്പി കാണിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ പല ദിവസങ്ങളിലായിട്ട് കാണിച്ചേക്കുന്നത്. നെക്സ്റ്റ് ഡേ രാവിലെ ആയപ്പോഴത്തേക്കും നമ്മുടെ മോരുമുളക് തൈരിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നന്നായിട്ട് തന്നെ ഒന്ന് തൈരൊക്കെ ഇതിലൊന്ന് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇന്ന് തൊട്ട് നമ്മളിത് വെയിലത്ത് വെച്ച് ഉണക്കും കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ എടുത്തിട്ട് ഞാൻ വെയിലത്ത് വെച്ചിട്ട് ഉണക്കി. എന്നിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്കും വെയിലൊന്ന് ആറിയതിന് ശേഷം ഇത് വീണ്ടും എടുത്ത് നമ്മൾ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന തൈരില്ലേ, അത് ആ തൈരിനകത്തേക്ക് ഈ മുളക് ഇട്ടിട്ടുണ്ട്. ഈ ഒരു പ്രോസസ്സ് ഈ തൈരിങ്ങനെ പറ്റി വരുന്ന അത്രയും ദിവസം നമ്മളിത് കണ്ടിന്യൂ ചെയ്യണം കേട്ടോ. അങ്ങനെ ഓരോ ദിവസവും നമ്മൾ എടുക്കുക, വെയിലത്തിടുക, ഉണക്കുക, അതിന് ശേഷം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഈ തൈരിലേക്ക് ഇടുക. അങ്ങനെ അവസാനം എത്ര ദിവസമാണോ ഈ തൈര് തീരുന്നത് അതുവരേക്കും നമ്മളിങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കണം കേട്ടോ. ഒരു 4 ദിവസം കൊണ്ടൊക്കെ നമുക്ക് തൈര് തീർന്ന് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഒരു 2 ദിവസം കൂടി എക്സ്ട്രാ ഒന്ന് വെയിലത്തിട്ടൊന്ന് വെച്ചാൽ മതി. അപ്പോഴേക്കും നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. നല്ല വെയിലൊക്കെ ആണെങ്കിൽ 2-3 ദിവസം കൊണ്ട് തന്നെ നമുക്ക് ആയി കിട്ടും. 2-3 ദിവസം ഇങ്ങനെ തൈരിലേക്ക് മിക്സ് ചെയ്ത് വെക്കുമ്പോഴാണ് ശരിക്കും നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റിന് കിട്ടുക. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടത്. ചിലരാണെങ്കിൽ ഒറ്റ ദിവസം മാത്രം തൈരിലിട്ടിട്ട് പിറ്റേ ദിവസം അല്ലെങ്കിൽ 2-3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഉണക്കിയെടുക്കും. അത് അത്ര ടേസ്റ്റ് കാണത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ആണ് വീണ്ടും വീഡിയോ എടുത്തേക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ടെറസിൻ്റെ മേലേക്ക് ഒന്ന് പോയി ചെടികൾക്കൊക്കെ വെള്ളം നനച്ച് കൊടുത്തു. അപ്പോൾ ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്കും നമ്മുടെ മോരുമുളക് ഇതുപോലെ തലേ ദിവസം നമ്മൾ തൈരിലിട്ട് വെച്ചിരുന്നില്ലേ, അത് കൊണ്ടുവന്ന് ഞാൻ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിവിടെ ഫ്രണ്ടിൽ നന്നായിട്ട് വെയിലടിക്കുമല്ലോ, അതുകൊണ്ട് ഇവിടെയാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ ഇത് 2-3 ദിവസം കൂടി കൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഉണങ്ങി കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. അതിൻ്റെ ഒരു കളറൊക്കെ ചേഞ്ച് ആയിട്ട് ആ ഒരു അറിയാലോ, മോരുമുളകിൻ്റെ കളറിലേക്ക് മാറുമ്പോഴത്തേക്കും നമുക്കിത് വറുത്തെടുത്ത് കഴിക്കാം. ഞാനിത് ഓൾറെഡി കഴിച്ച് കഴിഞ്ഞു കേട്ടോ. നമ്മളിത് യൂസ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ വിഷുവിൻ്റെ സമയത്തില്ലേ, വിഷുവിൻ്റെ അന്ന്, ആ സദ്യയുടെ അന്നാണ് ഇത് വറുത്തെടുത്തത്. ഞാൻ ഓൾറെഡി നമ്മളിതിൽ ഷെയർ ചെയ്തിരുന്നു, അന്ന് പറഞ്ഞിരുന്നല്ലോ റെസിപ്പി കാണിക്കാമെന്ന്. അപ്പോൾ ഇങ്ങനെയാണിത് ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ ഇന്ന് നമ്മൾ പുറത്തുനിന്ന് പോകുന്നുണ്ട്.
നമ്മൾ ഒരു സാധനം മേടിക്കാനാണ് പോകുന്നത്. കുറേ നാളായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 2 വർഷത്തിന് മേലെയായിട്ട് ഞങ്ങളുടെ രണ്ടുപേരുടെയും വിഷ് ലിസ്റ്റിൽ കിടക്കുന്നൊരു സാധനമാണ് മേടിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. എന്താണ് മേടിക്കുന്നതെന്നൊക്കെ നമുക്ക് വഴിയെ കാണാം. അപ്പോൾ പോകുന്ന വഴിയിൽ നമ്മുടെ ലേക്ക് വഴിയാണ് ഒന്ന് പോയിട്ടുള്ളത്. അവിടെയാണെങ്കിൽ ഇഷ്ടം പോലെ കൊക്കുണ്ടല്ലോ, കറുത്ത കളറിലുള്ള കൊക്കിനെ കണ്ടു കേട്ടോ. അപ്പോൾ വളരെ കൗതുകം തോന്നി. അപ്പോൾ ഈ ഒരു ഈ കായലിൻ്റെ സൈഡ് ആയതുകൊണ്ട് ദേശാടന പക്ഷികൾ ഇഷ്ടം പോലെ വരാറുണ്ട് കേട്ടോ. ഓരോ സീസൺ അനുസരിച്ച് ഓരോരോ കളറിലുള്ള ബേർഡ്സാണ് വരുന്നത്. അപ്പോൾ ഇത്തവണ കറുത്ത കൊക്കിനെ കണ്ടു കേട്ടോ. അങ്ങനെ എനിക്ക് ഹസ്ബൻഡാണ് കാണിച്ചു തന്നിട്ട് പറഞ്ഞത് വീഡിയോ എടുക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ വന്നിട്ടുള്ളത് ഇവിടെയാണ്. ഇതുപോലെ ഇങ്ങനെ കയ്യിലിങ്ങനെ വരിഞ്ഞു കൊടുക്കുന്ന സാധനങ്ങളാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. കുട്ട, വട്ടി, ഇതുപോലത്തെ ചെയറുകൾ, അങ്ങനത്തെ സംഭവങ്ങളാണ് കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇത് ഈട്ടിയിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ് കേട്ടോ. നല്ല വെയിറ്റ് താങ്ങുന്നതാണെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് ബാൽക്കണിയിൽ ഇട്ടിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ തന്നെ പല സൈസിലുണ്ട്. കുട്ടികളുടെ സൈസിനുള്ള തീരെ ചെറുതുണ്ട്, കുറച്ചും കൂടി വലുതുണ്ട്. ഞങ്ങളൊരു മീഡിയം സൈസിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അവിടെ ഇരിക്കുന്നത് കണ്ടോ, അത് ഈ വേസ്റ്റൊക്കെ, അതായത് നമ്മൾ തുണിയൊക്കെ ഇട്ട് വയ്ക്കുന്ന ബാസ്ക്കറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഈ ഒരു ടൈപ്പിലുള്ളതാണ്. പിന്നെ കുട്ടയൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്കിങ്ങനെ കണ്ണിങ്ങനെ മഞ്ഞളിച്ചിരിക്കുകയാണ്. എനിക്ക് എല്ലാം കൂടി എടുക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഹസ്ബൻഡ് പറഞ്ഞത് നമുക്ക് വേറൊരു ദിവസം വരാമെന്ന് പറഞ്ഞു കേട്ടോ. ഞങ്ങൾ പിന്നെ അന്ന് വേറൊന്നും എടുത്തിട്ടില്ല, കാര്യമായിട്ടൊന്നും ഷോപ്പിംഗ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ 2 ചെയറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബാൽക്കണിയിലിട്ടിട്ട് ഇവിടെ ഇരുന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മേടിച്ചത്. ഇപ്പോൾ തൽക്കാലം ഞങ്ങൾ 2 എണ്ണമാണ് മേടിച്ചത്. ശരിക്കും 3 എണ്ണം മേടിക്കാനാണ് പോയത്. 2 ഇരിക്കുന്ന ചെയറും ഒരു സ്റ്റൂള് പോലത്തെ സംഭവം എടുക്കാനാണ് പോയത്. പക്ഷേ നമുക്ക് വണ്ടിയിൽ കൊണ്ടുവരാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം കൊണ്ട് ഞങ്ങൾ ഈ 2 എണ്ണമാണ് എടുത്തത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 800 റുപ്പീസാണ് ആ ഒരു സ്റ്റൂള് പോലത്തേന് മേടിച്ചത്. ആ ചെയറിന് 1200 പറഞ്ഞു. പക്ഷേ വിലയൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് 1000-നാണ് തന്നത് കേട്ടോ. ഇത്രയും റേറ്റ് ആവുമെന്ന് ആണ് അവർ പറഞ്ഞത്. റേറ്റ് കുറച്ച് തരത്തില്ല എന്ന് പറഞ്ഞു ആദ്യമൊക്കെ. പിന്നീട് അവർ മാക്സിമം കുറച്ച് തന്നു. പക്ഷേ ഇതിന് പൊതുവേ റേറ്റ് കൂടുതലായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. നമ്മൾ ഇത് ഡയറക്റ്റായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന കടയിൽ പോയിട്ടാണ് മേടിച്ചത്. ഓൺലൈനിൽ നോക്കിയപ്പോഴത്തേക്കും റേറ്റ് കുറവുണ്ട്, പക്ഷേ സൈസ് ഇതിനേക്കാളും ചെറുതാണ് കേട്ടോ. ഇതാകുമ്പോഴത്തേക്കും നമുക്ക് ഡയറക്റ്റായിട്ട് പോയിട്ട് കണ്ട് സൈസൊക്കെ നോക്കിയിട്ട് എടുക്കാമല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ആമിക്ക് ഇത് ഭയങ്കര സർപ്രൈസ് ആയിരിക്കും. ഞാനിത് സംഭവം കൊണ്ടുവന്ന ഉടനെ തന്നെ ബാൽക്കണിയിൽ കൊണ്ടുവന്നിട്ട് ഇരുന്ന് അടിപൊളിയായിട്ട് ഇവിടെയൊക്കെ ഇരുന്ന് നോക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ ബാൽക്കണിയിലിരുന്ന് ഇങ്ങനെ കാറ്റ് കൊള്ളണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ അവൾക്ക് ഇന്ന് സ്കൂളുള്ള ദിവസമാണ്, എക്സാം ഉള്ള ദിവസമാണ്. അപ്പോൾ അവൾ പോയിട്ട് വരുമ്പോഴത്തേക്കും സർപ്രൈസായിട്ട് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇത് എപ്പോഴും നമ്മുടെ ബാൽക്കണിയിൽ ഇടണ്ട, നമുക്ക് ഹാളിൽ വെച്ചേക്കാം, എന്നിട്ട് നമ്മൾ പുറത്ത് പോയി ഇരിക്കുന്ന സമയത്ത് മാത്രം ഇത് പുറത്തേക്ക് എടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇവിടെ ഇരുന്നിട്ടുള്ള 2 ചെയർ ഉണ്ടല്ലോ, ഇത് ഞങ്ങൾ നേരെ ടെറസിൻ്റെ മേലെ കൊണ്ടുപോയി വെച്ചു. അത് ഓൾറെഡി ഞങ്ങൾ 2 ദിവസം മുന്നേ തന്നെ കൊണ്ടുപോയി വെച്ചായിരുന്നേ. പിന്നെ ഇത് കണ്ടോ, നമ്മുടെ മോരുമുളക് നല്ല അടിപൊളിയായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നാണിത് പാകമായിട്ടുള്ളത്. ഇനി നമ്മൾ വിഷുവിൻ്റെ അന്നത് വറുത്ത് കഴിച്ചു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആമി അങ്ങനെ സ്കൂൾ വിട്ട് വന്നപ്പോഴത്തേക്ക് അവൾക്ക് സർപ്രൈസ് ആയിട്ട് ഇതുപോലെ കാണിച്ചു കൊടുത്തു. ഭയങ്കര സന്തോഷം തോന്നി. പക്ഷേ എനിക്കായിരുന്നു എക്സൈറ്റ്മെൻറ്റ് മുഴുവനും. എൻ്റെ അത്ര എക്സൈറ്റ്മെൻ്റ് ഒന്നും അവൾക്കും അങ്ങനെ ഇല്ല കേട്ടോ. അത്രത്തോളം എക്സ്പ്രസീവ് അല്ല ആൾ. അപ്പോൾ അവൾക്കും ഹാപ്പിയായി കണ്ടപ്പോഴത്തേക്കും. ഞാൻ പറഞ്ഞല്ലോ ടെറസിൻ്റെ മേലെയാണ് ചെയർ കൊണ്ടുവന്ന് ഇട്ടേക്കുന്നതെന്ന്. അപ്പോൾ ഇവിടെയാണ് ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ടെറസിൻ്റെ മേലെ വന്ന് ഇരിക്കാനും ഒരു സ്പേസ് വേണമായിരുന്നു. അപ്പോൾ ഈ സോഫ ചെയർ വീട്ടിൽ കിടക്കുന്നത് കൊണ്ട് നമുക്ക് സ്പേസ് ഭയങ്കര കുറവായിട്ട് തോന്നി. ഞാനിത് കുറേ ആയിട്ട് ഹസ്ബൻഡിനോട് പറയുന്നുണ്ട്, ഇത് നമുക്കിവിടെ നിന്ന് ഒഴിവാക്കണം എന്ന്. അങ്ങനെ ചെയർ കൊണ്ടുവന്ന് മേലെ ഇട്ടു. ഇത് 2 ദിവസം മുന്നേ ചെയ്തതാണ് കേട്ടോ. ഹസ്ബൻഡ് തന്നെയാണ് എടുത്തുകൊണ്ട് വന്നത്. വലിയ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ നമ്മുടെ ബാൽക്കണി വഴി ഈ ചെയർ കൊണ്ടുവരാനായിട്ട്. അപ്പോൾ എന്തായാലും മേലെ വന്നപ്പോഴത്തേക്കും ഒരു സന്തോഷം തോന്നി. അപ്പോൾ നമുക്ക് ഇരിക്കാനും ഒക്കെ പറ്റുമല്ലോ അവിടെ വന്നിട്ട്. പിന്നെ നമ്മുടെ ചെടികളൊക്കെ ഇതുപോലെ മാറ്റിയൊക്കെ നട്ടിട്ടുണ്ട് ഞാൻ. കുറേ പച്ചമുളകിൻ്റെ തൈകളുണ്ടായിരുന്നേ, അതെല്ലാം ഞാനിതുപോലെ കൊച്ചു കൊച്ചു പോട്ടുകളിലാക്കി മാറ്റിയിട്ടുണ്ട്. ഇത് എത്രത്തോളം പിടിച്ച് കിട്ടുമെന്നൊന്നും അറിയത്തില്ല കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വെയിലാണ്, വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, എങ്കിലും എത്രത്തോളം ഇത് കിട്ടുമെന്ന് അറിയത്തില്ല. പിന്നെ ഇവിടെ അണ്ണാൻ്റെ ശല്യം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അണ്ണാൻ വന്നെല്ലാം കടിച്ചെടുത്തുകൊണ്ട് പോകും. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല കേട്ടോ, നോക്കാം.
അപ്പോൾ നമ്മുടെ ചെടികളുടെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയാണ് തൽക്കാലം. ഞാൻ പിന്നെ തുണിയും കൂടെ വിരിക്കാൻ വേണ്ടിയിട്ടാണ് ടെറസിൻ്റെ മേലേക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴേക്ക് വന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു വ്ളോഗിൽ ബാക്ക് പെയിൻ്റെ എക്സസൈസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ. പക്ഷേ ഞാൻ മുന്നേ തന്നെ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ പുള്ളിക്കാരിയോട് പറഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ ലിങ്ക് ഓപ്പൺ ചെയ്തപ്പോൾ അത് ലോഡ് ആവുന്നില്ല. ഞാൻ കമ്മ്യൂണിറ്റി ടാബിലൊക്കെ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ 1-2 പേര് പറഞ്ഞായിരുന്നു കേട്ടോ ആ വീഡിയോ കാണാൻ പറ്റുന്നില്ലെന്ന്. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു എക്സസൈസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 സോഫ്റ്റ് ആയിട്ടുള്ള തലയണ വേണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള 2 തലയണ, അല്ലെങ്കിൽ കുറച്ചും കൂടി ഹാർഡായിട്ടുള്ള ഒറ്റ തലയണ എടുക്കണം. എന്നിട്ട് അതിൻ്റെ മേലെ ഇതുപോലൊരു നമ്മൾ കാറിലൊക്കെ വിരിക്കുന്ന ഒരു ടർക്കി ഇല്ലേ, അതിങ്ങനെ 4ആയിട്ട് മടക്കിയിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഇരുന്നിട്ട് നേരെ ഓപ്പോസിറ്റ് ഇതുപോലൊരു ചെയർ ഇട്ടിട്ട് കാലതിൻ്റെ മേലെ വെക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു പൊസിഷനിലാണ് ഇരിക്കേണ്ടത്. ഇരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കുക, വളഞ്ഞൊന്നും ഇരിക്കാനായിട്ട് പാടില്ല. അപ്പോൾ ഇതുപോലെ 2 തലയണ വെച്ചിട്ട് ടർക്കിയും വെച്ച് നേരെ ഓപ്പോസിറ്റ് ഒരു ചെയർ വെച്ചിട്ടാണ് ഇരിക്കേണ്ടത്. സോഫയിൽ ഇരുന്നിട്ടാണ് ഈ ഒരു എക്സസൈസ് ചെയ്യേണ്ടത് കേട്ടോ. കട്ടിലൊന്നും ഇരുന്ന് ചെയ്യാൻ പാടില്ല. 20 മിനിറ്റോളമാണ് ഇരിക്കേണ്ടത്. അപ്പോൾ ഈ ഇരിക്കുന്ന സമയത്ത് ഒന്നുകിൽ നിങ്ങൾ ബുക്സ് എന്തെങ്കിലും വായിക്കുകയോ അല്ലെങ്കിൽ TV ഇരിക്കുന്ന പോർഷനിലാണെങ്കിൽ അവിടെ ചെന്ന് ഇത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. കാരണം 20 മിനിറ്റ് എന്നൊക്കെ പറയുന്നത് കുറച്ച് ടൈം കൂടുതലല്ലേ. അപ്പോൾ അത്രയും സമയം നമ്മൾ അങ്ങനെ ഒരു ബോറടിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുക. വേറെ ശരീരം ഇളകുന്ന രീതിയിലുള്ള ഒന്നും ചെയ്യാൻ പാടില്ല. ബുക്സ് റീഡിങ് അല്ലെങ്കിൽ TV കാണുന്നതാണ്. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് പതിയെ എഴുന്നേറ്റതിന് ശേഷം നന്നായിട്ട് വെള്ളം തിളപ്പിക്കുക കേട്ടോ. വെള്ളം തിളപ്പിച്ച് നമ്മുടെ ബാത്റൂമിൽ എവിടെയെങ്കിലും പോയിട്ട് ബാക്കിൽ നന്നായിട്ട് ചൂട് പിടിക്കുക. ഒരു ടവൽ ഇതുപോലെ എടുത്തിട്ട് നന്നായിട്ട് ചൂട് പിടിക്കുക കേട്ടോ. ഒരാളുടെ സഹായത്തോടു കൂടി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ ജസ്റ്റ് ഡെമോ ആണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് പച്ചവെള്ളമാണ്, വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എടുത്തത് കൊണ്ടാണ് കേട്ടോ. നല്ല തിളച്ച വെള്ളമായിരിക്കണം. നല്ല തിളച്ച വെള്ളം എന്ന് പറയുമ്പോഴത്തേക്കും ചൂടുള്ള വെള്ളമായിരിക്കണം. നമ്മുടെ ശരീരം താങ്ങുന്നൊരു ചൂടില്ലേ, ആ ഒരു ചൂട് മാത്രമേ പാടുള്ളൂ കേട്ടോ. ഒരുപാട് തിളച്ചത് വേണ്ട. ശരീരം താങ്ങുന്ന ചൂടിനുള്ള വെള്ളം ചൂടാക്കി എടുത്ത് ഇതുപോലൊന്ന് നന്നായിട്ട് ബാക്കിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരു 10-15 മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂട് പിടിക്കുക കേട്ടോ. അതിനുശേഷം നേരെ വന്നിട്ട് കട്ടിൽ ഇതുപോലൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുക കേട്ടോ. 10-20 മിനിറ്റോളം ഇതുപോലൊന്ന് നിവർന്ന് തന്നെ കിടക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു എക്സസൈസ് ചെയ്യേണ്ടത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആഴ്ചയിൽ 4 ദിവസമാണ് ഈ ഒരു എക്സസൈസ് ചെയ്യേണ്ടത്. ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ ചെയ്താൽ മതി, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെന്നില്ല. ഈ എക്സസൈസ് ചെയ്താൽ ഉടനെ തന്നെ റിസൾട്ട് കിട്ടുമെന്നൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് 1-2 മാസം നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കായിരിക്കും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത്. ഓരോരുത്തരുടെയും ശരീരഘടന അനുസരിച്ചിട്ടായിരിക്കുള്ളൂ റിസൾട്ട് വരുന്നത്. ഈ എക്സസൈസ് ഞാൻ അന്ന് പറഞ്ഞപ്പോഴത്തേക്കും കുറേ പേര് ഇത് ചെയ്തിട്ട് നല്ല മാറ്റം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഞാനും ഇത് ചെയ്തതിന് ശേഷമാണ് എനിക്ക് നടുവേദന പോയത്. അപ്പോൾ ആ കുട്ടി ചോദിച്ചത് കൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് ഷെയർ ചെയ്തത് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്, പ്ലാസ്റ്റിക് ചെയറിലാണ് നിങ്ങൾ വീട്ടിലിരിക്കുന്നതെങ്കിൽ എപ്പോഴും ബാക്ക് സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഒരു പില്ലോ വെച്ചേക്കണം. അതുപോലെ തന്നെ നമ്മുടെ മുതുക് വരുന്നില്ലേ, ആ ഒരു ഭാഗത്ത് സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പില്ലോ വെച്ചിട്ട് അതിൻ്റെ മേലെ ഇരുന്നിട്ട് വേണം സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ എപ്പോഴും ഒരു പില്ലോയുടെ സപ്പോർട്ടോട് കൂടി ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും വലുതായിട്ട് ബാക്ക് പെയിൻ തോന്നത്തില്ല. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു എക്സസൈസും കൂടി ചെയ്ത് പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നല്ല മാറ്റം തോന്നും കേട്ടോ. ഞാൻ ഓൾറെഡി ചെയ്ത് സക്സസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് നല്ല ബാക്ക് പെയിൻ ആയിരുന്നു മുന്നേയൊക്കെ. ഞാനത് ഒരു വീഡിയോയിൽ പറഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ സബ്സ്ക്രൈബർ മേഴ്സി ആൻറ്റി ഇത് പറഞ്ഞു തന്നത്. അപ്പോൾ അന്ന് ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ഇത് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറഞ്ഞ് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും എക്സസൈസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ട് റിസൾട്ട് എന്ന് പറയണേ. പുതിയൊരു വീഡിയോ നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. Thanks for watching.